ഹായ് ഡൂഡ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂരിൻ്റെ ഹൃദയഭാഗത്തായ തൂക്കുപാലത്തിലാണ്. 1877 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിന് ഒട്ടേറെ ചരിത്രങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ യാത്ര ഇതിലേക്കല്ല. നല്ല സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞ് നമ്മളൊരു യാത്രയിലാണ്, അതും അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ പുനലൂരിൽ നിന്ന് യാത്ര തുടങ്ങി. അങ്ങനെ പുതിയ നമ്മുടെ പുനലൂർ അടൂർ റോഡിലൂടെയാണ് നമ്മളെ യാത്ര. അങ്ങനെ അവിടുന്ന് നേരെ അരിമുക്കിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ ആ ഒരു താറ്, എൻ്റെ പൊന്നു മോനെ, അത് വേറെ ലെവലായിരുന്നു. നമുക്കത് കണ്ടപ്പോൾ ഒരു താറൊക്കെ എടുക്കാൻ തോന്നി. പക്ഷേ സാമ്പത്തികം വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു റൂട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു ഹിഡൻ സ്പോട്ട് കണ്ടു. നമ്മൾ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വനംവകുപ്പിൻ്റെ ഒരു ഏരിയ കൂടിയാണ്. നമ്മളിവിടെ അതിക്രമിച്ചിറങ്ങാൻ പാടില്ല. പക്ഷേ ഇത്രയും വലിയൊരു ബ്യൂട്ടിഫുൾ ഏരിയയിൽ വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാതെ പോകുന്നത് മോശമല്ലേ? അങ്ങനെ നമ്മളവിടെ ഇറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. അങ്ങനെ നല്ല തണുപ്പും നല്ല വെള്ളം, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് സുഖിലാലും കൂടി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ ഫുള്ള് കവർ ചെയ്ത് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നിങ്ങൾ ഇതുവഴിയൊക്കെ വരികയാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാണും, സൂക്ഷിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ ഒരു ഹെയർ പിൻ വളവിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ റബ്ബറും പിന്നെ കൈതച്ചക്ക അതിൻ്റെ ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എനിക്ക് നമ്മുടെ വയനാട് പിന്നെ മൂന്നാർ ആ ഒരു സ്ഥലത്തെ ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ തോന്നിയത്. അങ്ങനെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അച്ചൻകോവിൽ റൂട്ടായ ആ ഒരു റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. രണ്ട് സൈഡും കാടാണ്. ആ ഒരു സൈഡിൽ വന്നപ്പം കാണാം അച്ചൻകോവിലാറ്. ഇത്രയും മനോഹരമായിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്നൊരു അച്ചൻകോവിലാറ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ? പക്ഷേ വേറൊരു കാര്യം, ഇവിടെ ഡേഞ്ചറായിട്ട് പല പല കാര്യങ്ങളുണ്ട്. ആനയുണ്ട്, പിന്നെ ഇവിടുത്തെ കുഴികളും അവിടുത്തെ വെള്ളത്തിൻ്റെ ആ ഒരു ഘടനയും നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറ്റാക്കൂറ്റിട്ട് പോലുള്ളൊരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നേരെ തമിഴ്നാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വന്നൊരു ചായയെ കുടിച്ച് നേരെ അവിടുന്ന് വണ്ടിയെടുത്ത് സൂര്യകാന്തി പാടത്തിൻ്റെ ആ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ, 100 രൂപ പോയാലെന്താ, കുറേ 15 സെൻറ്റിൽ നമ്മൾ സൂര്യകാന്തി പൂത്തിക്കുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണി സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ നല്ല ചെറിയ കാറ്റും ഇളം കാറ്റും, അങ്ങനെ ആ ഒരു സൂര്യകാന്തി പൂത്തിക്കുന്ന ആ ഒരു കാഴ്ചയെ കണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ വിടുകയാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും മതി വരില്ല ഈ ഒരു സൂര്യകാന്തിയുടെ കാര്യം. കാരണം വൈകുന്നേരം വന്നപ്പോൾ സൂര്യകാന്തിക്ക് വളരെ മനോഹരമായിരുന്നു. സൂര്യൻ വന്ന് നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.